പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാസർഗോഡ് വിശ്വാസ സംരക്ഷണ യാത്രയിൽ സംസാരിക്കുന്നു. 10, 15, 20 കിലോ സ്വർണം പോയി കാണും. 20 കിലോ സ്വർണത്തിന് വിലയില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതൊന്നുമല്ല, അതിന്റെ അപ്പുറത്തെ കച്ചവടമാണ്. ഒറിജിനൽ ദ്വാരപാലക വിഗ്രഹമാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് വിറ്റിരിക്കുകയാണ്, ഒരാൾ വിറ്റിരിക്കുക. അങ്ങനെ തന്നെ അയാളെ കബളിപ്പിച്ച് കാണും. കാരണം ഇത് കട്ട മുതലാന്ന് അയാളോട് പറഞ്ഞിട്ടില്ല. അയാളോട് പറഞ്ഞിരിക്കുന്നത് അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ ഇത്രയും നാളുണ്ടായിരുന്ന ദ്വാരപാലക വിഗ്രഹം ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തന് കൊടുക്കാൻ തീരുമാനമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നൂറുകണക്കിന് ആളുകൾ ഇത് വീട്ടിൽ കൊണ്ടുപോയി ഐശ്വര്യം വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ മതി. കേരളത്തിൽ നിന്നുള്ള ആരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നും തെലങ്കാനയിൽ നിന്നുള്ള ആളുകൾ എത്ര കോടി കൊടുത്തും അവരുടെ വിശ്വാസമാണ് ഇത് വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ തയ്യാറാണ്. അവർക്കാണ് ഇത് വിറ്റിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഭാഗം ഇറ്റ് വാസ് സോൾഡ് ടു എ വില്ലിംഗ് പർച്ചേസർ. അതൊരു താല്പര്യമുള്ള ഒരാൾക്ക്, പർച്ചേസർ വാങ്ങിക്കുന്ന ആൾക്ക് അത് കൊടുത്തു. വിത്ത് എ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ, ഉയർന്ന തുകയ്ക്ക്. ഇത് സ്വർണം ചുരണ്ടിയെടുത്തതല്ല, ഇത് ഒറിജിനൽ ദ്വാരപാലക ശില്പം. അതിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ വിലയല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ വിലയല്ല. ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിന് മുന്നിലുണ്ടായിരുന്ന സ്വർണം പൂശിയ ദ്വാരപാലക ശില്പം കൊടുത്തിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ. എന്നിട്ടൊരു വ്യാജ സാധനം, അത് ഫോട്ടോ വന്നപ്പോൾ കണ്ടല്ലോ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. വ്യാജൻ ഉണ്ടാക്കിയാൽ എത്ര വലിയ കള്ളന്മാരുണ്ടാക്കിയാലും ഒക്കൂല. അതിന്റെ വ്യത്യാസമൊക്കെ മനസ്സിലാകും ശരിക്കും സൂക്ഷ്മമായി പരിശോധിച്ചാൽ. ഒറിജിനലിന്റെ ഫോട്ടോയുണ്ട്, രണ്ടാമത് ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചേക്കണതിന്റെ ഫോട്ടോയുണ്ട്. രണ്ടും തമ്മിലൊരു നല്ല വ്യത്യാസങ്ങൾ എടുത്തു കാണിക്കാൻ പറ്റും ഇഷ്ടം പോലെ. ഇതാണ് കൊണ്ടുപോയത്, ഇതാണ് പുറത്തോട്ട് കൊണ്ടുപോയത്. വ്യാജൻ ഉണ്ടാക്കി കൊണ്ടുപോയി. അതിനെല്ലാം ഇവർ കൂട്ടുനിന്നു. ഇപ്പോ ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഹൈക്കോടതി ഒരു കാര്യം സാധാരണ ഗവൺമെന്റിനോടാ പറയുന്നത്, നിങ്ങൾ ഇത് അന്വേഷിക്കാൻ ക്രൈം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കണം എന്നാ പറയാറ്. ഇപ്രാവശ്യം ഹൈക്കോടതിക്ക് അറിയാം സർക്കാരിൽ കപ്പലിലുണ്ട് കള്ളന്ന്. അതുകൊണ്ട് ഹൈക്കോടതി എന്താ ചെയ്തത്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ADGP മുതൽ താഴെ തട്ടിലുള്ള SI വരെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഹൈക്കോടതി നേരിട്ട് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, വേറെ ആർക്കും പോയി റിപ്പോർട്ട് ചെയ്യരുത്, റിപ്പോർട്ട് നേരിട്ട് ഇവിടേക്ക് ഹൈക്കോടതിയിലേക്ക്. വേറെ ആരുമില്ല ഇതിൻ്റെ ഇടയിൽ, നിങ്ങളും ഹൈക്കോടതി മാത്രമേ ഉള്ളൂ. നേരിട്ട് റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക്, വേറെ ആർക്കും റിപ്പോർട്ട് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് സമയം പറഞ്ഞിട്ട് 6 ആഴ്ചക്കുള്ളിൽ തീരുമാനം എടുത്ത് അന്വേഷണം നടത്തി പറയണം. ആദ്യ അന്വേഷണത്തിൽ CK മുരളീധരൻ ഇവിടെ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് പ്രതിയായി അല്ലേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും പ്രതിയായി. അത് കഴിഞ്ഞപ്പോഴോ ഞാൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രനോട് ചോദിക്കണ്ടേ, നമ്മൾ ഈ ദ്വാരപാലക വിഗ്രഹം എവിടെയാണ് വിറ്റിരിക്കുന്നത്, ആർക്കാണ് വിറ്റിരിക്കുന്നതെന്ന് അറിയാവുന്നവരോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഞാനപ്പോ പറഞ്ഞു, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം മന്ത്രിയാണ്, ഏത് കോടീശ്വരനാണ് ഈ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം വിറ്റിരിക്കുന്നതെന്ന് അന്ന് പറയണമെന്ന് പറയണ്ടേ? അറിയാവുന്നവരോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിനും നമ്മുടെ പത്മകുമാറിനും അവർക്കെല്ലാം അല്ലേ അറിയാവുന്നത്. ഇപ്പോ വന്നല്ലോ, പ്രതികളായല്ലോ. അപ്പൊ അദ്ദേഹം എനിക്കെതിരായിട്ട് കേസ് കൊടുത്തു. ഏത് ഒരു നോട്ടീസ് അത് ഞാൻ നേരിട്ടോളാം. ഞാനും ഒരു വക്കീലാണ്, ഞാൻ നേരിട്ടോളാം, അത് കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, പണ്ട് സ്വപ്ന സുരേഷ് അദ്ദേഹത്തിനെതിരായി ഒരു ആരോപണം ഉന്നയിച്ചു. ആരോപണം ഞാൻ പറയുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട, ഞാൻ പറയില്ല. ആകെ ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ഡീസൻ്റാ, ഞാൻ പറയില്ല. ആരോപണം എന്താന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ചോദിച്ചു, സിദ്ദിഖാണെന്ന് ചോദിച്ചു, നിങ്ങൾ അവർക്കെതിരായി ഡിഫമേഷന് കേസെടുക്കുമെന്ന് ചോദിച്ചു. ഒരിക്കലും ചെയ്യില്ല, ഒരു പാവം സ്ത്രീ, അവരിങ്ങനെയൊക്കെ പറഞ്ഞെന്നോർത്ത് ഞാൻ അവർക്കെതിരായിട്ട് എടുക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പാവമല്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് എനിക്കെതിരെ ഡിഫമേഷൻ കൊടുത്തത്. സ്വപ്ന സുരേഷ് പാവമായതുകൊണ്ട്
സ്വപ്ന സുരേഷിനെതിരെ കടകംപള്ളി സുരേന്ദ്രന് ഡിഫമേഷൻ നോട്ടീസ് ഇല്ല, എനിക്കെതിരെ ഉണ്ട്. നമുക്ക് നോക്കാം. ഈ ഡിഫമേഷൻ നോട്ടീസിൽ ഒറ്റ കാര്യം തെളിയിച്ചാൽ മതി. കോടതിയിൽ ഞാൻ പണ്ട് കേസ് നടത്തിയിട്ടുള്ളപ്പോഴോ വക്കീലായിരുന്നപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിച്ചാൽ മതി. ഞാനിത് കോടതിയിലേക്കൊക്കെ വരുമ്പോഴേക്കും ഇത് സത്യമാണെന്ന് തെളിഞ്ഞോളൂ. ഇത് എവിടെയാണെന്ന് പറയണം. അയ്യപ്പന്റെ സാധനം തട്ടിക്കൊണ്ടുപോയത് എവിടെയാണെന്ന് പറയാം. ഇനി എന്തുകൊണ്ടാണ് UDF ഇപ്പോഴത്തെ മന്ത്രി വാസവൻ രാജിവെക്കണം, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്ന് പറഞ്ഞു അല്ലേ? ഇത് 2019 നടന്ന സംഭവം. അന്ന് ഇവര് ദേവസ്വം മന്ത്രിയല്ല, അന്ന് ഇവര് ദേവസ്വം ബോർഡിന്റെ ആളുകളും അല്ല. എന്താ കാര്യം? ഹൈക്കോടതി വിധി വന്നപ്പോൾ നമുക്ക് ഇതൊക്കെ അറിയുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇത് 2022 ആയപ്പോഴേക്കും എല്ലാവർക്കും അറിയാമായിരുന്നു. ഏത് ദ്വാരപാലക വിഗ്രഹം വിറ്റതും കട്ടളയും വാതിലും സ്വർണം പൂശിയിലൊക്കെ അടിച്ചു മാറ്റിയതും ഒക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പൊ ഇവരെല്ലാവരും പറയുന്ന ഒരു ചോദ്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളൻ, അയാൾ ശരിയല്ല. ഇപ്പൊ പറയുന്നുണ്ട് 22 അറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി കേസെടുത്തില്ല? ദേവസ്വം ബോർഡ് അപ്പൊ എഴുതി കൊടുക്കണ്ടേ? ഇയാൾ കൊണ്ടുപോയി ഇത് വിറ്റു, കുഴപ്പമാണ്. എടുക്കൂല. എന്താ കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞതാ, അയാളെ തൊട്ടാ ഇവരെല്ലാം തൂങ്ങും അല്ലേ? ഇത് മൂടി വെച്ചു, ആരും അറിഞ്ഞിട്ടില്ല. കേരളത്തിൽ കോടതി അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. 2025 ഈ വർഷമായപ്പോ വീണ്ടും ആഗ്രഹം. മറ്റത് കട്ട് നിന്നത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഒന്നും കൂടി പൂശണം സ്വർണം. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം, 2019 കൊണ്ടുപോയത് 20 വർഷത്തെ ഗ്യാരണ്ടിയാ. ഇതിപ്പോ 6 വർഷമായിട്ടില്ല. അപ്പൊ ഒന്നും കൂടി പൂശാനൊരു മോഹം ആർക്കൊക്കെ? ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും. കാരണം മറ്റത് കൊണ്ടുപോയിട്ട് നല്ല അടിയടിച്ചെന്ന് മനസ്സിലായല്ലോ. ഏത്? അപ്പൊ ഇവർക്കൊരു ആഗ്രഹം വരിക സ്വാഭാവികമല്ലേ? അപ്പോഴേക്കും തിരുവാഭരണം കമ്മീഷൻ ഒരു കത്തെഴുതും. ഇതൊക്കെ ഞാൻ കോടതി വിധി നിന്ന് വായിച്ചാണ്. എല്ലാം എൻ്റെ അടുത്തുണ്ട് രേഖകൾ. തിരുവാഭരണ കമ്മീഷൻ ഈ മദ്രാസിലെ ഈ പറഞ്ഞ റിയൽ സൊല്യൂഷൻ, സ്മാർട്ട് സൊല്യൂഷൻസ്, അവര് കേപ്പബിൾ അല്ല ഇത് ചെയ്യാൻ. അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കേണ്ട, ഇവിടെ വെച്ച് തന്നെ നടത്തിയാൽ മതി. ഇത് സമ്മതിക്കുക. കാരണം പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടണ്ടേ? പോറ്റിയുടെ കയ്യിൽ കൊടുത്താലേ മറ്റേ നടക്കുള്ളൂ. അപ്പോഴേക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കത്തെഴുതി. ആർക്ക്? തിരുവാഭരണം കമ്മീഷൻ. അല്ലല്ല, അത് പോറ്റിക്ക് തന്നെ കൊടുക്കണം. എന്നിട്ട് 2025 വീണ്ടും ഇത് പോറ്റിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഈ വാസവ മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഈ കളവ് നടന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ആരോപണ വിധേയനായ അയാൾക്ക് തന്നെ വീണ്ടും കൊടുക്കാൻ തീരുമാനിക്കുക. പക്ഷെ ഞാൻ പേടിച്ചുപോയി. കാരണം ദ്വാരപാലക വിഗ്രഹം പോയി, മറ്റേ കഥകിന്റെ സാധനം പോയി, സ്വർണം, കട്ട്ലയുടെ സ്വർണം പോയി. ഈ പ്രാവശ്യം പോറ്റി വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അയ്യപ്പന്റെ തങ്ക വിഗ്രഹം ഉറപ്പായിട്ട് പോയി. അതായിരുന്നു ടാർഗറ്റ്. അയ്യപ്പൻ സമ്മതിച്ചില്ല. തങ്ക വിഗ്രഹം കൂടി അടിച്ചുകൊണ്ട് പോകാൻ അയ്യപ്പൻ സത്യമായിട്ട് സമ്മതിച്ചില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അയ്യപ്പ ഭക്തനാണ്, ശബരിമല പോകുന്ന ആളാണ്. അയ്യപ്പൻ അങ്ങനെയാണ് കോടതി ഇത് വന്നപ്പോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.